നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ വലിയ മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഒരു വസ്തുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ വലിയ സ്റ്റോറികളൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആളുകളുണ്ട്. ഫേസ്ബുക്കിലൊക്കെ വലിയ സ്റ്റോറികൾ ടൈപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ആളുകൾക്കൊക്കെ കാര്യമായിട്ട് നമ്മൾ ഒരുപാട് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ അതിൻ്റെ ഒരു പരിഹാരമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് കൃത്യമായിട്ട് എഴുതി തരും. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഏതാണെന്ന് നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ലൈവ് ട്രാൻസ്ക്രൈബ് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ സാധാരണ ഒരുപാട് ആപ്പുകളൊന്നും പരിചയപ്പെടുത്താറില്ല. എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പരിചയപ്പെടുത്താറുള്ളൂ. ലൈവ് ട്രാൻസ്ക്രൈബ് എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ അവസാനം കാണിച്ചു തരാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ പെർമിഷൻ കൊടുക്കാനുണ്ട്. പെർമിഷൻസ് ഒക്കെ കൊടുക്കുക. ഇതുപോലെ വരിക. അതിനുശേഷം നിങ്ങൾക്ക് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ താഴെ ഇംഗ്ലീഷ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾ മലയാളം എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എം എന്ന ഭാഗത്തേക്ക് പോയാൽ നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം മലയാളം ഇന്ത്യ എന്നുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഞാൻ എന്ത് പറയുന്ന കാര്യം ഇതുപോലെ കൃത്യമായിട്ട് എഴുതി തരും. നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഭാഗത്ത് വന്ന് ജസ്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. നിങ്ങൾ എന്താണോ പറയുന്നത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് തരും. എന്നിട്ട് എല്ലാം പൂർത്തിയായി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ടൈപ്പ് ചെയ്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ സാധിക്കും ഞാൻ പറയുന്നതൊക്കെ ഇവിടെ എഴുതി തരുന്നുണ്ട്. ഇതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഇതുപോലെ കോപ്പി ആകും. ആവശ്യമുള്ള ഇതെല്ലാം ഓൾ സെലക്ട് ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ സെലക്ട് ഓൾ എന്നുള്ളത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ സെലക്റ്റായി. ഇവിടെ കോപ്പി ബട്ടൺ കാണും. ആ കോപ്പി ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കിത് വാട്സപ്പിലോ മറ്റെവിടെയാണോ വേണ്ടതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും നിങ്ങൾക്കിത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെസ്സേജ് ഇതുപോലെ ടൈപ്പ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കും. ഇവിടെ താഴെ ഭാഗത്ത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ താഴെ ഭാഗത്ത് സെറ്റിങ്സ് ഐക്കൺ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് വലിയ ടെക്സ്റ്റായിട്ടാണ് കാണുന്നത്. ചെറിയ ടെക്സ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ ലൈനിൽ നിന്ന് പിടിച്ച് ചെറുതാക്കി കൊടുത്താൽ മതി. ചെറിയ ടെക്സ്റ്റായിട്ട് മാറും. ആപ്പ് ഏതാണെന്ന് ഞാൻ കാണിച്ചുതരാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ലൈവ് ട്രാൻസ്ക്രൈബ് എന്നുള്ള ഈ ആപ്പാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.